ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു. അതായത് വളരെ യാദൃശ്ചികമായിട്ട് എനിക്കൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരു യാത്ര പോകേണ്ടി വന്നു. പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്. നമുക്ക് പോയി കാണാം. പുള്ളിക്കാരൻ്റെ മകനുണ്ട്. അപ്പോൾ എന്നാൽ ശരി പോയേക്കെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. കൊല്ലം ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നല്ല കാഴ്ചകളായിരുന്നു. അതായത് അവിടെ ഇതിൻ്റെ ലേക്കിൻ്റെ തീരത്ത് സന്ധ്യാസമയമായപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വന്ന് നിന്ന് അതിൻ്റെ ആ ഒരു സന്ധ്യാസമയത്തിൻ്റെ ഒരു പ്രതീതി ആ ഒരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു. ഞാനും അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു 5 മണി തൊട്ട് 6:30 വരെ ഞങ്ങളവിടെ ചിലവഴിച്ചു. ഞങ്ങൾ ആ ശുദ്ധജല തടാകത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വാക്കുവയിലൂടെ നടന്ന് കുറേ ദൂരം പോയി. ഒരു ഏകദേശം 2 കിലോമീറ്ററോളം നടന്ന് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ തടാകം ഒരു ശാസ്താ ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് ഈ തടാകം ഉള്ളത്. അവിടെ അതിൻ്റെ ആറാട്ട് മണ്ഡപമൊക്കെ ഉള്ളത് ഈ തടാകത്തിലാണ്. വളരെ നല്ല ആംബിയൻസോട് കൂടി നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണ പോയി ഇന്ന് കാണാം. കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇത് എങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. എനിക്കിഷ്ടപ്പെട്ടു. ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ വഴിയെ കണ്ടോളൂ. ശുദ്ധജല തടാകത്തിൻ്റെ ഒരു പ്രവേശന കവാടം ശാസ്താംകോട്ട അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഒരു കുളിക്കടവായിട്ടാണ് ഈ ഡൽഹിക്ക് വരുന്നത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു അതിപുരാതന ശാസ്താ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് തീരത്താണ് ഈ ലേക്കുള്ളത്. അവിടെ ഒരു ആറാട്ട് കടവുണ്ട്. ആ കടവിനോട് ചേർന്ന് ആണ് അമ്പലമുള്ളത്. അതുവഴി വരുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒരു ഫാമിലിയായിട്ട് സന്ധ്യ കഴിയുമ്പോൾ ഒരു നടക്കാൻ വരുന്നവരുണ്ട്. നടന്ന് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ജനങ്ങൾ വന്ന് കണ്ടിട്ട് പോകുന്നൊരു സ്ഥലമാണ്. എനിക്കിഷ്ടപ്പെട്ട നല്ലൊരു വൈബ് നമുക്ക് അവിടെ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. സന്ധ്യ സമയമാണ് അവിടെ ഏറ്റവും പ്രധാനം. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൂര്യൻ്റെ കിരണങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ കിരണങ്ങൾ ആ ഒരു റെഡ് കളറിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി അവിടെ അനുഭവിക്കാൻ സാധിക്കും. എന്തായാലും എനിക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ.